ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു തിരക്കുള്ള ദിവസമാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. മോളെയും കൊണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡിയായിട്ട് ഒരു ഓട്ടോ കിട്ടിയായിരുന്നു. ഞാനും രണ്ടിത്താമാരും പിന്നെ മോളുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റി. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ചേട്ടൻ ഞങ്ങളെ ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുവന്ന് നിർത്തി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയത്തില്ല, മോൾക്ക് എൻഡോസ്കോപ്പിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിഭാഗം എവിടെയാണ് കാണിക്കാനുള്ളതെന്ന് നമുക്ക് അത്ര വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ 3 പേരും കൂടെ 4 പേരും കൂടെ ഇതാ ഇങ്ങനെ തേരാപ്പാര നടക്കുവാണ്. എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ട ബിൽഡിങ്ങിൽ കയറി നമ്മൾ അന്വേഷിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ക്യൂ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പോയ അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ അപ്പോൾ നമുക്ക് അവിടെയല്ല കാണിക്കാനുള്ളതെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഇറങ്ങി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവിടെയാണ് ഇത് കാണിക്കാനുള്ളത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ SITയിലേക്ക് പോകുന്ന റോഡാണ്. അങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ നമ്മുടെ അമ്മയും കുഞ്ഞുമൊക്കെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ ഞങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അവിടുത്തെ OPയിൽ കയറി ടിക്കറ്റ് നമ്പർ ഇടേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ഇത്തമാർ നമ്പർ ഇട്ടായിരുന്നു. എന്നിട്ട് മോളെ കാണിക്കാനായിട്ട് ഒരാളെ മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. മോളുടെ ഉമ്മ അകത്തോട്ട് മോളെയും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഞാനും എൻ്റെ ഇത്തായും കൂടെ ഇവിടെ കട്ട പോസ്റ്റാണ്. ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ നോക്കി വായി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. മോൾക്ക് ടെസ്റ്റിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2 ആഴ്ച കഴിഞ്ഞാണ് കാണിക്കാനുള്ളത്. റിസൾട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ECG എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ECG എടുത്ത് ബ്ലഡിൻ്റെ റിസൾട്ടും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മെഡിസിനും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ഒരു മെഡിക്കൽ ഷോപ്പിൽ തന്നെ ഞങ്ങൾ കയറിയായിരുന്നു. അവിടെ നിന്ന് 2 ആഴ്ചത്തേക്കുള്ള ഗുളിക വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളത് നമ്മളിവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടകളിൽ തന്നെ എല്ലാ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. എല്ലാ സംഭവങ്ങളും ഇവിടെ ഫുട്പാത്തിലും ഷോപ്പുകളുമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്കിനി നേരെ വീട്ടിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഊബർ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിൽ കയറി പോവുകയാണ്. അങ്ങോട്ട് പോകാൻ നമുക്ക് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ നമ്മളെ വീടിൻ്റെ നടയിൽ കൊണ്ടുവന്ന് നിർത്തി തന്നിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പട്ടി കാണും. അവനെ നമ്മൾ വാലാട്ടി എന്നാണ് വിളിക്കുന്നത്. അവൻ കാണാൻ ചാൻസ് ഉണ്ട്. അവൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തവർക്ക്